പറവൂരിൽ വി ഡി സതീശന്റെ വിജയാഹ്ലാദ പ്രകടനം. വരാപ്പുഴ മുതൽ പറവൂർ വരെ പ്രകടന ജാഥ. വോട്ടർമാരോട് നന്ദി പറഞ്ഞു വി ഡി സതീശൻ. വിവരങ്ങളുമായി അവിടെ നിന്നും റഹീം ചേരുന്നുണ്ട്. റഹീം, തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് എത്തിയപ്പോൾ ഇന്നലെ മുതൽ തന്നെ സതീശന് വമ്പിച്ച സ്വീകരണമായിരുന്നു നൽകിയത്. ഇന്നിപ്പോൾ ഇതാ വിജയാഹ്ലാദ പ്രകടനം തുടരുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സോന സ്വന്തം മണ്ഡലത്തിലേക്ക്, അതായത് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആവേശം നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന്, അതായത് ഫലം വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്തിയ വി ഡി സതീശനെ സ്വീകരിക്കാൻ എറണാകുളം ജില്ലയിലെ പ്രവർത്തകർ ഒന്നടങ്കം ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 102 എന്ന ഒരു മാജിക് നമ്പർ, അത് വളരെ വലിയ വിജയം നേടിയാണ് UDF തിരികെ അധികാരത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാകും. ആ ആവേശത്തിന് ഒട്ടും കുറവില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞ കാഴ്ച. ഇന്നലെ അദ്ദേഹത്തെ എടുത്തുയർത്തിയാണ്, അതായത് ട്രെയിനിൽ വന്നിറങ്ങി അദ്ദേഹത്തെ എടുത്തുയർത്തിയാണ് പ്രവർത്തകർ പുറത്തേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് നേരെ DCC ഓഫീസിലേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം അല്പസമയം വാഹനത്തിന് മുകളിൽ കയറിയിരുന്നാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അതിനുശേഷം അദ്ദേഹം DCC ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. പ്രവർത്തകരോടൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് സ്വന്തം മണ്ഡലത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നത്. പറവൂരിലെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഏതാണ്ട് ഒരു 3:30 അദ്ദേഹം വരാപ്പുഴ ബസ്ലിക്ക പള്ളിയിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാരെ നേരിൽ കാണാനായി അദ്ദേഹം ഇപ്പോൾ തുറന്ന വാഹനത്തിൽ അദ്ദേഹം എത്തുന്നത്. വലിയ ആവേശമുണ്ട്. വലിയ രീതിയിൽ തന്നെയുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇരുചക്ര വാഹനങ്ങളിലും അതോടൊപ്പം തന്നെ കാറുകളിലുമൊക്കെ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. ഈ യാത്ര വരാപ്പുഴ മണ്ഡലം, പറവൂർ മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമാണ് വരാപ്പുഴ. അവിടെ നിന്ന് നേരെ പറവൂർ പുത്തംവേലിക്കര വരെ അദ്ദേഹത്തിന്റെ ഈ പ്രചരണ ജാഥ കടന്നുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം ആ ഭാഗത്തൊക്കെയും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രവർത്തകർ ഒന്നടങ്കം ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം എത്തിയതിൻ്റെ ആവേശം അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ, അതായത് 100-ലധികം സീറ്റുകൾ നേടിയാണ് ഇത്തവണ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം. അതുപോലെ തന്നെ ആയിരിക്കുന്നു. കൂടാതെ അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ പാർട്ടി പരാജയപ്പെട്ടാൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ വനവാസമല്ല, പട്ടാഭിഷേകം എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ആ രീതിയിലാണ് പ്രവർത്തകരുടെയും UDF-ന് വലിയ മാർജിനിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ആ ഒരു വിജയം എത്രത്തോളം ആവേശം അണികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന വി ഡി സതീശന് ലഭിക്കുന്ന സ്വീകരണം. അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട അഭിവാദ്യം, അല്ലെങ്കിൽ അവരോട് നന്ദി അറിയിക്കാനായി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നതാണ്. അദ്ദേഹം എല്ലാ വോട്ടർമാരെയും കാണുക, വോട്ടർമാരെ കണ്ട് നന്ദി അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ തുറന്ന വാഹനത്തിൽ തന്നെ ഇറങ്ങിയത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ വരാപ്പുഴ ടൗണിലേക്ക് എത്തുകയാണ്. ടൗണിൽ നിന്ന് കടന്ന് ഇനി ഇപ്പോൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കും. ഇവിടെ നിന്ന് നേരെ പറവൂരിലേക്ക് പോകും. പറവൂരിലായിരിക്കും അദ്ദേഹത്തിന്റെ ഈ യാത്രയുടെ, ഈ ആഘോഷയാത്രയുടെ സമാപനം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും വലിയ ആവേശം കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകരൊന്നടങ്കം വലിയ ആവേശത്തിലാണ്. ഇന്നലെ തന്നെ അതായത് പല പരിപാടികളും ഇന്നലെ ഉണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ തന്നെയും റദ്ദ് ചെയ്തുകൊണ്ടാണ് പല പ്രവർത്തകരും ഇന്നലെ എറണാകുളം നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. വാഹനങ്ങൾ, ബസ്സുകളിലടക്കം യാത്ര, ഈ പറയുന്നത് പോലെ തന്നെ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തുന്നു. അതിനുശേഷം അവരോടൊപ്പം വി ഡി സതീശനും ആ ഒരു ആഘോഷത്തിൽ, അല്ലെങ്കിൽ അവരുടെ